നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം ഇന്ന് മുഴുവൻ BD മോഡി ED ഡീൽ എന്ന് പറഞ്ഞ് ഫ്ലക്സുകൾ ഉയർത്തിയായിരുന്നു ആക്രമണം. മാത്രമല്ല ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ട് പൂക്കൾ സമർപ്പിച്ച് അതിനുശേഷമാണ് ഇന്നത്തെ ഈ നീക്കം ഉണ്ടായത് എന്നൊക്കെയുള്ള നറേറ്റീവുകൾ കൊണ്ട് സമ്പന്നമാണ്. പക്ഷേ ഒരക്ഷരം മിണ്ടുന്നില്ല VD സതീശൻ. അതിന് പറയുന്നതിന് മുമ്പ് ഒരു ആശങ്കയും കൂടെ ഈ ചർച്ചയിൽ പറയാം. ഇന്ന് കേരളത്തിലെ തിരുവനന്തപുരത്ത് നടന്നത്, കേരളത്തിലെ ബഹുഭൂരിപക്ഷ ജനങ്ങളും ഇന്ന് റോഡിലേക്ക് വണ്ടി കുറവാൻ ആകാംക്ഷയോടെ ഭീതിയിലൂടെ ഉണ്ടായി. പിന്നെ കൊടുവാള് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന അവസ്ഥ പോലീസ് സ്ഥിരീകരിച്ചു. കൊടുവാളുണ്ടല്ലോ ഈ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നത്, ഇഷ്ടിക, കല്ല്, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ ബാധിക്കാൻ ശ്രമിച്ചത്. ആശങ്ക വേറൊന്നുമല്ല, ഏതെങ്കിലും ഒരു ക്രിമിനലിന്റെ കയ്യിൽ ഒരു കുപ്പി പെട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവിടെ സംഭവിക്കുന്നത് എന്തായിരുന്നു? ഇവരതിന് മടിക്കത്തില്ല, ചരിത്രത്തിന്റെ സാക്ഷിയാണ്. കാരണം ഭരണം നഷ്ടപ്പെട്ട ഇനി ഒരിക്കലും തിരിച്ച് കേരളത്തിലേക്ക് വരില്ലായിരുന്നു, കേരളത്തിലെ ഭരണത്തിൽ വരില്ല എന്ന് ഉറപ്പുള്ള CPM-ന്റെ അവശേഷിക്കുന്ന CPM ചാവേറുകൾ ഇന്ന് വാസ്തവത്തിൽ ഒരു ചാവേറുകളുടെ ശൈലിയിലായിരുന്നു തിരുവനന്തപുരത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല കാവലായിട്ട് നിന്ന് ആരൊക്കെയാണെന്നുള്ളത്, ഒരു രാജ്യസഭ മെമ്പർ സഹിതമാണ് അവിടെ കാവൽ നിന്നത്. അപ്പൊ ഇന്ന് കേരളം വലിയൊരു അത്യാഹിതത്തിൽ നിന്നാണ്, ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു അത്യാഹിതത്തിൽ നിന്നാണ് ഇവിടെ രക്ഷപ്പെട്ടിരിക്കുന്നത്. നാളെ ഒരു പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേരളം മുഴുവൻ. എന്തൊക്കെ സംഭവിക്കണം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എന്തായാലും ഇത് തിരിച്ചു വരികയായിരുന്നു ഇവർക്ക് ഉറപ്പായി കഴിയും. പിന്നെ സത്യമാ പറഞ്ഞത്, ഞാനത് ചർച്ചയിൽ പറയണം ഓർത്തിരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി ഒരക്ഷരം പോലും പെട്ടിട്ടില്ല. ഒരു മണ്ഡലത്തരം എക്സ്പ്ലനേഷനുമായിട്ട് രമേശ് ചെന്നിത്തല ഇറങ്ങി. അത് അദ്ദേഹം ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു പരിചയം അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. ഞങ്ങൾ ആരും ഒന്നും അറിയിച്ചില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു പ്രതികരണം. അപ്പൊ ഇന്റലിജൻസും ഒക്കെ ആരുടെ കയ്യിലാ? വിജിലൻസ് വസംഭരണത് കേട്ടപ്പോ സങ്കടം തോന്നി. കാരണം രമേശ് ചെന്നിത്തല 2 വർഷം അതുപോലെ അതിനെക്കുറിച്ചുള്ള പറഞ്ഞ സമയം പോകും. പക്ഷെ ഇവര് ഇതിനകത്ത് ഏറ്റവും ഒരു വർഗീയ പരാമർശം നടത്താനൊരാണ് ശ്രമം നടത്തി. അത് നമ്മൾ ചർച്ച പറഞ്ഞില്ല. PA മുഹമ്മദ് റിയാസ് അദ്ദേഹം ഒരു കുറിപ്പിട്ടു, പോസ്റ്റ്, ഒരു FB ഒരു പോസ്റ്റ് ഇട്ടു. ഒരു കാരണവശാൽ സംഘപരിവാറിന് മുമ്പിൽ മുട്ടുമുടക്കേണ്ടത്. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു വർഗീയതയുണ്ടെന്നുള്ളൊരു വളരെ വ്യക്തമാണ്. കാരണം അത് ഇളക്കാൻ ശ്രമിച്ചിരിക്കുക. ഇത് സംഘപരിവാറുമായിട്ടാണ് ബന്ധമിരിക്കുന്നത്. എന്ത് ബന്ധമായിരിക്കുന്നത്? എന്ത് പറഞ്ഞാൽ സംഘപരിവാറിന്റെ മുകളിലേക്ക് കയറുക. ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരുന്നത് സംഘപരിവാറാണ്. ഇവരെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതുപോലുള്ള ദുഷ്ടലാക്കുകളാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ. ഇവരിൽ സത്യത്തിൽ ജനങ്ങളുടെ മനസ്സ് വായിക്കുന്ന ബുദ്ധിയുള്ളവർ വളരെ കുറവാണ്. വളരെ കുറവാണ് ഇവര്. ഞങ്ങൾ വിട്ടുതരത്തില്ല, ഞങ്ങളുടെ ഓഫീസിൽ കയറാൻ പറ്റത്തില്ല, ഞങ്ങൾ കൊണ്ട് ഹാജരാക്കാന്ന് പറയാനുണ്ട്. ഇവർക്ക് എന്താ അധികാരം? ഈ രാജ്യത്തിനൊരു നിയമമില്ലേ? പിന്നെ അത് കൂടാതെ കണ്ട് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ 8 മണിക്കൂറിൽ പൂച്ചക്കുട്ടിയെ പോലെ ഈ ED ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇരുന്നിട്ട് 10-12 ദിവസങ്ങൾക്ക് മുമ്പ് ഇത് ആരായിരുന്നു നമ്മൾ ആലോചിക്കണം. വഴിയെ പോകുമ്പോൾ 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള പാവങ്ങളെ പോലും വഴിയിൽ നിന്നും ആട്ടി ഓടിച്ച് 10-40 വാഹനത്തിന്റെ അകമ്പടിയിൽ ലോകത്തെ ഒരു രാഷ്ട്രത്തലവന് പോലില്ലാത്ത അകമ്പടിയിൽ നടന്ന ആ മനുഷ്യൻ ഇന്ന് അങ്ങനെ ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ ചാവേറുകളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വാചകങ്ങൾ. വാസപ്രാണി പിണറായി എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിന്റെ ചരിത്രത്തിൽ അത് ആരാണെന്ന് രേഖപ്പെടുത്തും. എന്താ പറഞ്ഞറിയോ? ഇനിയും കുറെ പറയാനുണ്ട്. നമുക്ക് ഒന്നിച്ച് നീക്കാം. ഞങ്ങള് തളരില്ല. ഈ പിണറായി വിഷയം ഞങ്ങൾ എന്നൊരു വാക്ക് 10 വർഷത്തിലൂടെ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ എന്നേ പറയത്തുള്ളൂ. എന്റെ നോട്ടത്തിൽ ഞാൻ എന്നല്ലാതെ ഞങ്ങൾ എന്നൊരു വാക്ക് ഈ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളായിപ്പോ. ഈ പുള്ളി ഒറ്റയ്ക്കാണ് കേരളം ഭരിച്ചതും കേരളത്തിൽ തേർവാഴ്ച നടത്തിയതും. ഒരു സ്വേച്ഛാധിയെ പോലെ ഇന്ന് പറയാം ഞങ്ങൾ എന്താ കാരണം? ഈ സഖാക്കളെ ഒപ്പം നിർത്താനായിട്ട്. അല്ലെ ഞാൻ തടറില്ലെന്നല്ലേ അദ്ദേഹം പറയേണ്ടത്? എത്ര പെട്ടെന്നാണ് ഈ മനുഷ്യന്റെ ട്രാക്ക് മാറിയത്. ഇതുപോലെ തന്നെയല്ലേ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംഘപരിവാറിന് മുമ്പിൽ കീഴടങ്ങിയെന്ന് പറഞ്ഞത്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. SFIO ഈ കേസ് എങ്ങനെ ഏറ്റെടുത്തത്? പ്രിയങ്കരനായ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിന്റെ കഠിനമായ പരിശ്രമം, നിയമവ്യവസ്ഥയോടുള്ള അദ്ദേഹത്തിന്റെ കൂറും അദ്ദേഹത്തിന്റെ പരിശ്രമവും ആണ്. അല്ലെങ്കിൽ പറഞ്ഞു വേറെ ആരാണെങ്കിൽ പിൻവലിച്ചോടെ ഈ SFIO ഒരു ഡയറി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതിനകത്ത് 100 കണക്കിന് പേരുടെ ഇന്ന് ഷോണ പ്രത്യേകിച്ച് ചാനൽ പറയുന്നത് കേട്ടോ പേരുടെ പേരുണ്ട്, അവർക്ക് കൊടുത്ത സേവനങ്ങളും. പക്ഷേ വീണ തായ്ക്കണ്ടി ചെയ്ത സേവനങ്ങളെ കുറിച്ച് അക്ഷരം പോലും വിട്ടുന്നില്ല. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൾക്ക് ഇവർ ഓരോ മാസവും മാസപ്പടി നോക്കുകൂലി കൊടുക്കുമായിരുന്നു. അവർക്ക് സുഗമമായിട്ട് തട്ടിപ്പ് അക്ഷരാർത്ഥത്തിൽ സമയം കൊണ്ട് മാത്രം ഇടപെടിക്കാൻ രജി ലൂക്കോസ്, അക്ഷരാർത്ഥത്തിൽ അങ്ങ് പറഞ്ഞതാണ് പോയിന്റ്. ഒരു നോക്കുകൂലി പറഞ്ഞോളൂ, പോയിന്റ്
ഈ കരിമണലിനെ കുറിച്ച് ഒരു വാചകം പറയാം. ഇന്ധനം സ്റ്റോറേജ് ഉള്ള രാജ്യങ്ങളിൽ ഇന്ധനം എന്ന് പറയുന്നത് വെനസ്വേല, സൗദി അറേബ്യ, ഇറാൻ അതുപോലുള്ള രാജ്യങ്ങളിലെ ഇന്ധനം സ്റ്റോറേജ് ഉള്ളതിനേക്കാളും വലിയ ഒരു പ്രകൃതിയുടെ സമ്പത്താണ് ഈ കരിമണൽ എന്ന് പറയുന്ന ധാതു. ഈ കരിമണൽ ശരിക്കും സർക്കാർ ഖനനം ചെയ്ത് ഇത് എക്സ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നമ്മുടെ കേരളം ഗൾഫിനേക്കാൾ സമ്പന്നമാവും. പക്ഷെ ഇതുപോലുള്ള കൊള്ളക്കാർക്ക് കാലങ്ങളായി ഭരിക്കുന്ന ഇടതും വലതും ഇത് കട്ടുമുടിക്കാൻ കൊടുത്തിരിക്കുക. VM സുധീരൻ മാത്രമാണ് ആകെപ്പാടെ അവിടെ പോയി ഒരു സമരം നടത്തിയത് കോൺഗ്രസ്സുകാര്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും നമ്മുടെ ഒരു വലിയ പ്രകൃതി സമ്പത്താണ് കൊള്ളയടിക്കാൻ ഈ പറയുന്ന കർത്താക്കൾക്കെല്ലാം കൂട്ടുനിന്നത്. അവരുടെ സുഗമമായ അത് മദ്രാസ് തമിഴ്നാട്ടിൽ ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. ഇതെല്ലാം പാതിരാത്രി കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അറിഞ്ഞു വരുത്താൻ BJP യുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ശ്രമിക്കുന്നതോട് കൂടി ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. തീർച്ചയായും.